തിരുവനന്തപുരത്ത് CPIM-ന്റെ സിറ്റിംഗ് MLA-മാർ മത്സരിക്കും. വർക്കലയിൽ ജില്ലാ സെക്രട്ടറി വി ജോയിയും കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനും വീണ്ടും ജനവിധി തേടും. ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിയോജിപ്പ് അറിയിച്ചു. എന്നാൽ വി ജോയ് തന്നെ മത്സരിച്ചില്ലെങ്കിൽ സീറ്റ് നഷ്ടമാകുമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് നിലപാടെടുത്തു. വിജയസാധ്യത കണക്കിലെടുത്താണ് സിറ്റിംഗ് MLA-മാർ വീണ്ടും മത്സരിക്കണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചത്. തീരുമാനം സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറാനും യോഗത്തിൽ തീരുമാനമായി. ഘടകകക്ഷികൾക്ക് നൽകിയിരുന്ന കോവളം, തിരുവനന്തപുരം സെൻട്രൽ എന്നീ മണ്ഡലങ്ങൾ പാർട്ടി ഏറ്റെടുക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. അക്കാര്യത്തിൽ ഇവിടെ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് MV ഗോവിന്ദൻ യോഗത്തിൽ വ്യക്തമാക്കി. വി ജോയിയെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി വീണ്ടും മത്സരിപ്പിക്കുന്നതോട് MV ഗോവിന്ദൻ വിയോജിപ്പ് അറിയിച്ചിരുന്നു. കഴിഞ്ഞ തവണ ജില്ലയിൽ മത്സരിച്ച 10 സീറ്റുകളിലും CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആന്റണി രാജുവാണ് വിജയിച്ചത്. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു അയോഗ്യനായ സാഹചര്യത്തിലാണ് സീറ്റ് എടുക്കാനുള്ള CPM-ന്റെ നീക്കം. കഴിഞ്ഞ തവണ കോവളത്ത് ജനതാദൾ സ്ഥാനാർത്ഥിയെ മത്സരിച്ച നീല ലോഹിദാസ് നാടാർ കോൺഗ്രസിലെ M വിൻസെന്റിനോട് പരാജയപ്പെട്ടിരുന്നു. CPM മത്സരിച്ചാൽ സീറ്റ് തിരികെ പിടിക്കാനാകുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.